സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രമാണബദ്ധമായി ജീവിതം നയിക്കുന്ന, അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ഇഹലോകവാസം വെടിഞ്ഞ് സ്വർഗത്തിന്റെ ആളുകളായി വിട പറഞ്ഞു പോകാനുള്ള മഹത്തായ സൗഭാഗ്യത്തെ, അനുഗ്രഹത്തെ നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിജ്റ വർഷം 1448 റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. മുസ്ലിം ലോകത്ത് ഈ മാസത്തെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകളും സംവാദങ്ങളും സിമ്പോസിയങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ നടക്കാറുണ്ട്. കാരണം ഈ മാസത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേരിൽ ധാരാളം ബിദ്അത്തുകൾ നടമാടുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്, നിർബന്ധമാണ് നമ്മുടെ നേതാവിനെ സ്നേഹിക്കുക എന്നുള്ളത്. മാത്രമല്ല, സ്വർഗപ്രവേശനത്തിന് അനിവാര്യമായ വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹബീബായ നമ്മുടെ നേതാവിനെ സ്നേഹിക്കുക എന്നുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്, എങ്ങനെയായിരിക്കണം പ്രവാചക സ്നേഹം എന്നുള്ളതാണ്. പ്രവാചകനെ സ്നേഹിക്കണം എന്നുള്ളതിൽ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ തർക്കമില്ല. എങ്ങനെയാകണം ആ സ്നേഹം എന്നുള്ളതിലാണ് തർക്കമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഖുതുബയിൽ ആദ്യം പറഞ്ഞത്, ഈ മാസമായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ട് സമ്പന്നമാണ് മുസ്ലിം ലോകം. എങ്ങനെയായിരിക്കണം സ്നേഹിക്കേണ്ടത് എന്നുള്ള യഥാർത്ഥ മാതൃക വിട്ട് സ്വന്തമായി ആരാധനകൾ സൃഷ്ടിച്ചെടുത്ത് ഇതും പ്രവാചക സ്നേഹമാണ് എന്ന് പറഞ്ഞ് ദീനിൽ കെട്ടിച്ചമക്കുന്നത് യഥാർത്ഥ പ്രവാചക സ്നേഹമായി പറയാൻ നമുക്ക് കഴിയില്ല. കാരണം പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വെള്ളപാത്രത്തെ പോലെയാണ്. പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വെള്ളപാത്രത്തിലേക്ക് നമ്മുടെ വിരലൊന്ന് അമർത്തിയാൽ, അല്ലെങ്കിൽ അതിലേക്ക് ചെറിയൊരു വസ്തു ഇട്ടാൽ, ഒരു കല്ലോ വേറെ ഏതെങ്കിലും ഒരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ ആ വസ്തുവിന് നിൽക്കാൻ മാത്രമുള്ള സ്ഥലം ഒഴിവായി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് പോലെയാണ് ഇസ്ലാം. ഇതിലേക്ക് ഇനിയൊരു പുതിയ ആചാരങ്ങളോ പുതിയൊരു ഇബാദത്തോ പുതിയൊരു നല്ലതല്ലേ എന്ന് പറഞ്ഞൊരു കർമ്മമോ ആരെങ്കിലും കൊണ്ടുവന്നാൽ തലസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത് ഇസ്ലാമിലെ പവൻമാറ്റ സുന്നത്തുകളാണ്. അതുകൊണ്ട് ഈ ഓരിമുക്കിലും ഈ പടന്നയിലും ഈ ചെറുവത്തൂരിന്റെയും ഭാഗത്തൊക്കെയുള്ള ഏതെങ്കിലും ഒരു അനാദിക്കടയിലോ ഒരു ഫാൻസി കടയിലോ കയറിയിട്ട് അവിടെ നിന്ന് വാങ്ങുന്ന ഒരു ഉൽപ്പന്നം എന്താകട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഉൽപ്പന്നം, പോക്കറ്റിൽ കുത്തുന്ന ഒരു പേന വരെ, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് വരെ, നമ്മൾ അതിങ്ങനെ തിരിച്ചും മറിച്ചും മണത്തും ഒക്കെ നോക്കും. ഇതെനിക്ക് പറ്റിയതാണോ, ഇത് നല്ലതാണോ എന്നൊരു പരിശോധന. ഈ പരിശോധന മതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനിവാര്യമായി വേണം. വിശ്വാസ കാര്യങ്ങളിൽ വേണം, ആചാര കാര്യങ്ങളിൽ വേണം. വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും മുൻഗാമികളായ സലഫുകൾ മനസ്സിലാക്കിയ ആ അളവുകോലുകൾ വെച്ച് നോക്കിയിട്ട് അതിന്റെ ഉള്ളിലുള്ളതെന്തോ അതെടുക്കുക, അതിന്റെ പുറത്തുള്ളതെന്തോ ആരെയും കൂസാതെ വലിച്ചെറിയാം. ഈ നിലപാടിലേക്ക് നമ്മൾ എത്താത്തിടത്തോളം കാലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം എന്താ അറിയങ്ങള്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 8 കാര്യങ്ങൾ
ഈ 8 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയാത്ത 8 കാര്യങ്ങളാണ് ഖുർആനാ പറയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബ അതിന്റെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് എന്താ? പറഞ്ഞു കൊടുക്കൂ നബി അവരോട്, അല്ലെങ്കിൽ ചോദിക്കുക പ്രവാചക അവരോട്, ഇൻകാന ആബാഉക്കും, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ പിതാക്കൾ, ആ പിതാക്കളേക്കാൾ, വഅബ്നാഉക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജന്മം നൽകിയ നിങ്ങളുടെ മക്കൾ, ആണാകാം പെണ്ണാകാം, ഈ മക്കൾ, വൈഹ്വാനുക്കും, നിങ്ങളുടെ ബ്രദേഴ്സ്, നിങ്ങൾക്ക് ഒരേ ചോരയിൽ ജനിച്ച നിങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ അവർ, വാസുവാജിക്കും, നാലാളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്നുള്ള അതിശക്തമായ മീസാഖൻ അലീവയോടുകൂടി നിന്റെ ചൂടും ചൂരുമറിയാൻ, നിന്റെ വികാര വിചാരങ്ങൾ പങ്കിടാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിന്റെ ഇണയുണ്ടല്ലോ, അത് ഭാര്യയാകാം ഭർത്താവാകാം, ഈ ഇണകളേക്കാൾ, വഅശീറത്തുക്കും, നീ താങ്ങും തണലുമായി കാണുന്ന, നിന്നെ ആരെല്ലാമൊക്കെയോ ആക്കി മാറ്റിയ നിന്റെ കുടുംബാംഗങ്ങളുണ്ടല്ലോ, വതിജാറതൻ തഖ്ശൗന കസാദഹ, അതേ കച്ചവടക്കാരന്റെ ഈ കൂട്ടത്തിൽ, ബിസിനസ്സുകാരന്റെ ഈ കൂട്ടത്തിൽ, നിങ്ങൾ ചോര നീരാക്കി അധ്വാനിക്കുന്ന നിങ്ങളുടെ കച്ചവടമുണ്ടല്ലോ, ഈ കച്ചവടം, ഒരു മനുഷ്യായുസിന്റെ ഇടയിൽ അവന്റെ വലിയ സ്വപ്നങ്ങളിൽപ്പെട്ട ഒന്നാണ് ഒരു വീട് കയറ്റുക എന്നുള്ളത്, ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത്. ഈ പറയപ്പെട്ട 8 കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് ചോദിക്കാൻ പറയുന്നത്, ഈ 8 കാര്യങ്ങളാണോ പ്രവാചക അവർക്ക് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവർക്ക് പ്രിയം ഈ പറയപ്പെട്ട 8 കാര്യങ്ങളോടാണോ? വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിലുള്ള ധർമ്മസമരമുണ്ടല്ലോ, ഈ ധർമ്മസമരത്തെക്കാളും ഒക്കെ അവർക്ക് പ്രിയം ഈ 8 കാര്യങ്ങളാണ് എങ്കിൽ, അള്ളാഹുവിന്റെ താക്കീത് എന്താ? ഇത് ഞാൻ കുറച്ച് ഗൗരവത്തിൽ പറയാൻ കാരണം ഗൗരവമുള്ള ആയത്തായോണ്ടാണ്. എന്താണ് അള്ളാഹുവിന്റെ ബാക്കി കാര്യം? അള്ളാഹ് തുടർന്ന് പറയുന്നത് എന്താ? ഫതറബ്ബസു, എങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാൽ, അള്ളാഹിനേക്കാളും അവന്റെ ദൂതനേക്കാളും അവരുടെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും നിങ്ങൾക്ക് വലുത് ഈ പറയപ്പെട്ട 8 കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാൽ. എന്താണ് കാത്തിരുന്നു കൊള്ളേണ്ടത്? ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പറയുന്നത്. ഈ എന്താണ് അള്ളാഹുവിന്റെ കൽപ്പന എന്ന് വിശദീകരിക്കുന്ന ഭാഗത്ത് ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫന്തളിറു മാദാ യഹില്ലു ബികും മിൻ ഇകാബിഹി വനകാലിഹി ബികും, അള്ളാഹുവിന്റെ അതിഘോരമായ ശിക്ഷ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ്. ദുനിയാവിലേക്ക് മടങ്ങുന്നവരെ, ഈ ദുനിയാവിന്റെ പ്രമത്തതയിലേക്ക് തിരിഞ്ഞു നടക്കുന്നവരെ അവർക്കുള്ള താക്കീതാകുന്നു ഈ വചനം. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, താന്തോന്നികളായ ഫാസിഖീങ്ങളായ ആളുകളെ അള്ളാഹു സന്മാർഗത്തിലേക്കാക്കൂല എന്നും അള്ളാഹു പറയാണ്. ഇതാണ് ഈ വിഷയത്തിന്റെ മർമ്മം. ദുനിയാവിൽ എന്തിനേക്കാളും നമ്മൾക്ക് പ്രിയപ്പെട്ടവരാകണം നമ്മെ സൃഷ്ടിച്ച റബ്ബും ആ റബ്ബ് നമ്മിലേക്ക് നിയോഗിച്ച അവസാനത്തെ പ്രവാചകനായ നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. എന്താ സംശയം? അതിൽ സംശയിക്കുന്നവൻ മുഅ്മിനല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും സത്യവിശ്വാസിയാകില്ല കൂട്ടരെ, ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദി വന്നാസി അജ്മഈൻ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും, നേരത്തെ ആയത്തിന്റെ മറ്റൊരു വിശദീകരണമാണത്, ലോകത്തുള്ള നിങ്ങളുടെ അഹിബ്ബായിങ്ങളാരൊക്കെയാണോ അവരെക്കാളൊക്കെ നിങ്ങൾക്ക് പ്രവാചകൻ ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ സ്വർഗം കിട്ടൂല, നിങ്ങൾ വിശ്വാസികളാകൂല. അങ്ങനത്തെ എത്ര ഹദീസ് ഉണ്ട് അറിയങ്ങൾ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയെ എന്റെ ശരീരം കഴിഞ്ഞ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടങ്ങളെയാണ്. നബി എന്താ പറഞ്ഞത്? താങ്കളുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല ഉമർ, താങ്കളുടെ ശരീരം കഴിഞ്ഞിട്ടല്ല എന്നെ സ്നേഹിക്കേണ്ടത്, താങ്കളുടെ ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കണം. തിരുത്തി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? അൽ ആൻ, ഈ സമയം മുതൽ നബിയെ എന്റെ ശരീരത്തെക്കാളും വലുത് നിങ്ങളാണ് എനിക്ക്. ഉമർ റളിയല്ലാഹു അൻഹു അറിയില്ലായിരുന്നു ആവശ്യം. ഈ നിലപാടിലേക്ക് സഹോദരങ്ങളെ നമ്മൾ എത്തണം. എന്നാൽ ഇന്ന് കൊണ്ടാടുന്ന പ്രവാചക സ്നേഹമാണെന്ന് പറയുന്ന ചില കാട്ടിക്കൂട്ടലുകൾ ഇസ്ലാമിലേക്ക് തുന്നിച്ചേർക്കാൻ നമുക്ക് കഴിയുമോ എന്നുള്ള നസീഹത്തോടെയുള്ള ചെറിയൊരു ചിന്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരാൻ പോകുന്നത്. ഇന്ന് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നടത്തപ്പെടുന്നത് എന്താണ്?
പ്രവാചകന്റെ പേരിലുള്ള ചില മൗലിദുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ചില ആഘോഷങ്ങളാണ്. ഹബീബായ പ്രവാചകന്റെ ജന്മദിനം നടന്ന ഈ റബീഉൽ അവ്വൽ 8 നമ്മൾ ഇന്ന് എത്തി നിൽക്കുമ്പോ ചുരുങ്ങിയ ദിനങ്ങളെ 12ലേക്കുള്ള അകലമുള്ളൂ. ആഘോഷങ്ങൾ പല പള്ളികളിലും തുടങ്ങി, മൗലിദുകളുടെ ആരവങ്ങൾ തുടങ്ങി. പല ആളുകളും പ്രവാചക സ്നേഹത്തിന്റെ ആ സുന്ദരമായ നിമിഷങ്ങളാണെന്ന് പറയപ്പെടുന്ന ആ രംഗങ്ങളിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലോകം സന്തോഷിക്കുകയാണെന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. ആരുടെയും മനസ്സ് നോയിപ്പിക്കലല്ല. ഈ പവിത്രമായ മിമ്പറിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ഖുത്ബ പറഞ്ഞാൽ ഞാനൊരു യഥാർത്ഥ മുഅ്മിനല്ല എന്നുള്ളതിൽ എന്താ സംശയം? പ്രിയപ്പെട്ട വിശ്വാസികളെ, നസീഹത്ത് മാത്രമാണ് ഉദ്ദേശം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. 2 പെരുന്നാളുകളേക്കാൾ വലിയ ആഘോഷമാണ് നബിദിനാഘോഷം എന്നാണ് അവർ പറയുന്നത്. 2 പെരുന്നാളുകൾ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും, അതിനേക്കാൾ വലിയ ആഘോഷമാണ് ഈ നബിദിനാഘോഷം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം. പിന്നെ പറയുന്നത് ലൈലത്തുൽ ഖദറിനേക്കാൾ ഉത്തമമായ രാവാണെന്നാ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ? അതിനോട് വിമുഖത കാണിക്കുന്നവൻ യഥാർത്ഥ മുഅ്മിനല്ല, പുത്തൻവാദിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിന് പവിത്രത കൽപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ചില ആളുകളോട് നമ്മൾ ചോദിക്കുമ്പോ ചില ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ കോൺക്രീറ്റ് പള്ളികൾ ഉണ്ടാക്കുന്നില്ലേ? നിങ്ങൾ മോണിറ്റർ ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ പുതിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? ഇതൊക്കെ നബിന്റെ കാലത്തുണ്ടോ എന്നാ ചോദ്യം. എന്തിനപ്പത് ചോദിക്കണത്? ഈ നബിദിനം പ്രവാചകന്റെ കാലത്ത് ഇല്ലെങ്കിലും ആഘോഷിക്കാം എന്ന് പറയാനാണ്. 2 കാര്യം ഇന്ന് മനസ്സിലായി. ഈ ചോദ്യം പോലെ ചോദിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇത് നബിന്റെ കാലത്തില്ല എന്ന് മനസ്സിലായി. മൊബൈൽ ഫോൺ നബിന്റെ കാലത്ത് ഇല്ലെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണില്ലേ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ നബിദിനാഘോഷം നബിന്റെ കാലത്ത് ഇല്ലെങ്കിലും ആഘോഷിക്കാം, അപ്പൊ നബിന്റെ കാലത്തില്ല എന്നാ അതിനൊരു ധ്വനി വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മൊബൈൽ ഫോണുകളും ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളും അതുപോലെ തന്നെ സമ്മേളനങ്ങളും സിംബോസിയങ്ങളും ഒക്കെ ബിദ്അത്താകുന്നത് എപ്പോഴാ? ഓലമേഞ്ഞ പള്ളിയിൽ നിസ്കരിക്കണേക്കാളും കൂലി കോൺക്രീറ്റ് കെട്ടിടത്തിൽ നിസ്കരിച്ചാൽ കിട്ടും എന്ന് നീ പറയുന്നുണ്ട്. എന്റെ നിസ്കാരം ബിദ്അത്താണ്, അതും ബിദ്അത്താണ്. അതുപോലെ തന്നെ നബിയുടെ കാലത്തില്ലാത്ത മൊബൈൽ ഫോൺ, ഈ സംഗതി ഞാൻ ഉപയോഗിച്ച എനിക്ക് വലിയ കൂലിയുണ്ട്, നബി പഠിപ്പിച്ച പിന്നെ വലിയ പ്രതിഫലങ്ങളുണ്ടെന്ന് വിശ്വസിച്ചാലും അതും തെറ്റാ. നബി ഒട്ടകപ്പുറത്താ പോയത്, ബസ് കയറിപ്പോയ എത്ര കൂലിയുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അതും ബിദ്അത്താണ്. എപ്പോഴാണൊന്ന് ബിദ്അത്താകൽ? ഇമാം ഷാഫി പറയുമ്പോൾ പറഞ്ഞെന്താ? മതത്തിലേക്ക് പ്രത്യേക സമയം നിർണയിച്ച് പ്രത്യേക വണ്ണം നിശ്ചയിച്ച് ചില പ്രത്യേകതകൾ കൂലി നിശ്ചയിച്ച് കൊണ്ടുവരുമ്പോഴാണ് ബിദ്അത്താകുന്നത്. എങ്ങനെ നബിദിനാഘോഷം ബിദ്അത്തായി? അതിന് പ്രത്യേക കൂലി പറഞ്ഞു. 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം എന്ന് പറഞ്ഞു. അത് ആഘോഷിക്കാത്തവർ പുത്തൻവാദികളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനേക്കാൾ പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ നബിദിനാഘോഷത്തിന്റെ പിന്നറ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചാലടക്കം ഓഞ്ഞ് നിസ്കരിച്ചാൽ സ്വർഗത്ത് പോകുന്നടക്കം പറയുന്ന അവസ്ഥയിലെത്തി. സഹോദരങ്ങളെ, ഇതാണ് ഇന്ന് നാട്ടിൽ പ്രവാചക സ്നേഹമായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പച്ചക്ക് പറയാൻ പറ്റും ഇത് ബിദ്അത്താണ്. ഇത് കൊണ്ടാടുന്ന ആളുകളോട് സ്നേഹത്തോടു കൂടി പോലെ ശാന്തഗംഭീരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തിരിച്ചു ചോദിക്കുക, ഉസ്താദേ ഇത് പ്രമാണങ്ങളിലുള്ളതാണോ? അയാൾ സത്യം പറയുന്ന ആളാണ് ഈ പറയും. നബിന്റെ കാലത്ത് ഇതില്ല, പ്രവാചകന്റെ കാലത്ത് ഇതില്ല, അതുപോലെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ സഹോദരങ്ങളെ നമുക്ക് ഈ പുത്തനാചാരം? കാരണം എന്താ അറിയുന്നത്? മതം എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ടൊരു സംഗതിയാണ്. ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആനിന്റെ മൂന്നാമത്തെ വചനം സൂറത്തു മാഇദയുടെ സുദീർഘമായ ആയത്തിന്റെ അല്പഭാഗമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീൻ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ഇതിലേക്ക് പുതിയൊരു ദിക്ർ വേണ്ട, ഇനി ഇതിലേക്ക് പുതിയൊരു ഇബാദത്ത് വേണ്ട, ഇനി ഇതിലേക്ക് എന്ത് വേണ്ട? ഒരു കർമ്മങ്ങളും വേണ്ട. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത് നിൽക്കുക. കാരണം എന്താ നിങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കഴിഞ്ഞു. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിലക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇനി യാതൊന്നും ഇതിലേക്ക് കൂട്ടേണ്ടതില്ല എന്നാണ്. കൂലി കിട്ടുന്ന എല്ലാ കാര്യവും പഠിപ്പിച്ചു എന്നർത്ഥം. മനസ്സിലായോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒറ്റ ചോദ്യം, ഇത്രത്തോളം മഹത്വരമാണെന്ന് പറയപ്പെടുന്ന ഈ മാസത്തിലെ ആഘോഷങ്ങൾ എപ്പോഴെങ്കിലും, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു ഈന്തപ്പഴമെങ്കിലും വേണ്ട, അത് ഉണങ്ങിയ ഒരു കാരക്കയെങ്കിലും
ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് പ്രവാചകൻ കൊടുത്ത ഒരു ഹദീഫ് ഉണ്ട് എങ്കിൽ ഇനി നമുക്ക് മന്തി വെക്കാനുള്ള തെളിവാണത്. ഇനി നമുക്ക് ഏത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള തെളിവാണത്. പക്ഷെ അങ്ങനെ ഒന്നില്ല. പിന്നെ എവിടെ നിന്നാണ് സഹോദരങ്ങളെ ഈ ജന്മദിനാഘോഷം എന്ന് പറയുന്ന സംഗതി കടന്നു വന്നതെന്ന് അറിയങ്ങള്? എന്നാ വന്നത്? ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ട്, സ്വഹാബത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞ് ഇസ്ലാമിന്റെ മുഖത്തെ വികൃതമാക്കാൻ വേണ്ടി ജൂതന്മാർ കെട്ടിച്ചമച്ച പ്രസ്ഥാനമാണ് ഷിയാക്കൾ. ആ ഷിയാക്കളുടെ ശ്രദ്ധ, ലോക ശ്രദ്ധ അവരിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന പുത്തനാചാരമാണ് ഈ നബിദിനാഘോഷം എന്നുള്ളത്. ഇബ്നു കസീറിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ അൽ ബിദായത്ത് വൻ നിഹായയിൽ പറയുന്നില്ലേ? നിങ്ങൾക്ക് കുത്തിയിരുന്ന് പഠിക്കാൻ തയ്യാറാണോ? നമ്മൾ വിരല് തൊട്ട് കാണിച്ചു തരും. പക്ഷെ ഹദീസിൽ നിങ്ങൾക്ക് എങ്ങനെ തെരഞ്ഞാലും കാണൂല ഇങ്ങനത്തെ ഒരു ആഘോഷം. എത്രത്തോളം അറിയോ? ഒരു ജൂതൻ ഒരിക്കൽ ഇസ്ലാമിനെ ട്രോളി. എന്നും പറഞ്ഞിട്ടാ ട്രോളിയത്? നിങ്ങളെ നബി നിങ്ങൾക്ക് എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. സൽമാൻ റളിയല്ലാഹുവിനോടാ പറയണത് ജൂതൻ. അപ്പൊ സൽമാൻ റളിയല്ലാഹു പറഞ്ഞെന്താ അറിയോ? പഠിപ്പിച്ചിട്ടുണ്ട്. ഏതുവരെ? മൂത്രമൊഴിച്ചിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ എത്ര കല്ലുകൊണ്ട് മനോഹരിക്കണമെന്ന് വരെ ഞങ്ങളെ നേതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. തന്റെ നിത്യോ ആവശ്യങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോ ഏത് കാലാണ് ആദ്യം വെക്കേണ്ടത് ഞങ്ങളുടെ നബി പറഞ്ഞു തന്നിട്ടുണ്ട്. അഭിമാനത്തോടെ പറഞ്ഞത് അല്ലേ? ഇസ്ലാമിലെ ആഘോഷമായ പെരുന്നാളും ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും, ചെറിയ പെരുന്നാൾക്കുള്ള സുന്നത്ത് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അന്ന് ഏത് ഡ്രസ് ഇടണം, അന്ന് എങ്ങനെ പള്ളിയിൽ പോകേണ്ടത്, ഏതൊക്കെ വഴിക്കാ പോകേണ്ടത്, എല്ലാം ഹദീസിലുണ്ട്. അതിനേക്കാൾ വലിയൊരു ആഘോഷമാണെന്ന് എഴുതി വെച്ചിട്ട് എന്റെ അതിനെക്കുറിച്ചൊരു പരാമർശം 10,000-കണക്കിന് ഹദീസിൽ ഒരു അരവരി പോലും ഇല്ലാത്തത് ചിന്തിക്കാനാ പറയുന്നത്. അതുകൊണ്ട് ഷിയാക്കൾ കൊടുന്ന ആചാരം കൊണ്ടുവന്നിട്ട് നബിനെ സ്നേഹിക്കണ്ട. ഈ തലണ്ടല്ലോ, ഇത് ഭൂമിയിലേക്കൂടെ കുത്തേണ്ടി വന്നാലും ബിദഅത്തിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും, അരോചകത്വം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇനി പുത്തൻവാദിയല്ല, അതിന്റെ മുകളിലുള്ള പേര് വിളിച്ചാലും ശരി, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാത്തൊരു കർമ്മം ചെയ്യില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം. നമുക്കതിന് സാധ്യമാകണം. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വന്ന ഷിയാക്കളിലെ ഉഗ്രവിഭാഗമാണ് ഇസ്ലാമിലെ പ്രഗത്ഭരായ സഹാബികളെ ചീത്ത വിളിക്കുന്നവരാ പ്രിയപ്പെട്ടവരെ. അവര് ഉമർ റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് വൃത്തികെട്ട വായ കൊണ്ട് പറയുന്നവരാണവർ. ആയിഷ ഉമ്മ നരകത്തിലാണെന്ന് പറയുന്നവരാണവർ. അബൂബക്കർ സിദ്ദീഖ് നീതിയുടെ വിഷയത്തിൽ കൃത്യവിലോപം കാണിച്ചവരാണെന്ന് പറയുന്നവരാണവർ. സ്വർഗത്തിലേക്ക് പോയ അലി ഒഴികെയുള്ള എല്ലാ സ്വഹാബികളും കള്ളന്മാരാണെന്ന് പറയുന്നവരാണവർ. അവർ കൊണ്ടുവന്ന ആഘോഷത്തെ ഞങ്ങൾ പ്രവാചക സ്നേഹികളാണെന്ന് പറഞ്ഞ് പള്ളികൾ അലങ്കരിച്ച് മൗലിദുകൾ പാരായണം ചെയ്ത് അത് ആഘോഷിക്കാത്തവരെ കണ്ണുരുട്ടി നോക്കി പുത്തൻവാദി എന്നുള്ള പേരും ചാർത്തിയിട്ട് രക്ഷപ്പെടാമെന്ന് സമൂഹത്തിലെ ഏതെങ്കിലും പണ്ഡിതന്മാർ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ പടച്ചോന്റെ കോടതി മറക്കണം. അത് വാശിയല്ല ദീൻ എന്ന് പറഞ്ഞാല്. ദീൻ വാശിയല്ല. ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയ അഹ്ലുസ് സുന്നയുടെ പണ്ഡിതനാണ് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്. മാലിക്കി മദ്ഹബ് കേട്ടിട്ടില്ലേ നിങ്ങള്? ഇമാം ദാരിൽ ഹിജ്റ എന്ന പേരുള്ള വ്യക്തിയാണ് അദ്ദേഹം. മദീനയിലെ ഖതീബായിരുന്നു, മദീനയിലെ മുദർരിസായിരുന്നു, മദീനയിലെ ഖാദിയായിരുന്നു. ഹബീബായ നമ്മുടെ നേതാവിനോടുള്ള സ്നേഹം കാരണം മദീനയുടെ മണ്ണിലൂടെ ഒരിക്കൽ പോലും കുതിരപ്പുറത്തോ വാഹനപ്പുറത്തോ ഒട്ടകപ്പുറത്തോ പോകാത്ത മനുഷ്യനാണ് അദ്ദേഹം. കാരണം പറഞ്ഞത് വാഹനം കിട്ടാത്തത് കൊണ്ടല്ല, പിന്നെയോ മുത്തനബി സഞ്ചരിച്ച മരുഭൂമിയിലൂടെ ഈ മദീനയുടെ പവിത്രമായ ത്വയ്ബയുടെ മണ്ണിലൂടെ ഞാൻ വാഹനത്തിൽ സഞ്ചരിക്കില്ല, കാരണം ഹബീബിന്റെ കാലടിപ്പാതകൾ പതിഞ്ഞ മണ്ണാണിത് എന്ന് പറഞ്ഞ ആ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ളയുടെ വാക്കെന്താണ്? മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ. ദീനിലേക്കൊരു പുത്തനാചാരം ഹബീബ് പഠിപ്പിക്കാത്ത, അവിടുത്തെ ഈമാനിന്റെ നിറകുടങ്ങളായ സ്വഹാബികൾ പഠിപ്പിക്കാത്ത, ആ സ്വഹാബികളുടെ ജീവിതം അങ്ങനെ തന്നെ സ്കാൻ ചെയ്ത താബിഈങ്ങൾ പഠിപ്പിക്കാത്ത, ആ താബിഈങ്ങളുടെ ജീവിതമാകുന്ന തബഉ താബിഈങ്ങളുടെ ജീവിതം അവർ പഠിപ്പിക്കാത്ത, ഇസ്ലാമിലെ അയിമ്മത്തുൽ അർബഅയായ ഇമാം അബൂ ഹനീഫയോ ഇമാം ഷാഫിഈ റഹിമഹുള്ളയോ ഇമാം മാലിക് ബിൻ അനസോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹിമഹുല്ലാഹ് ഇവരാരും പഠിപ്പിക്കാത്ത, മുഹിയുദ്ദീൻ ശൈഖ് പോലും പഠിപ്പിക്കാത്ത, 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയാണ് അദ്ദേഹം പോലും പഠിപ്പിക്കാത്ത ഈ ഒരു കർമ്മം, ഇങ്ങനെയുള്ള ബിദ്അത്തുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ആരെങ്കിലും പുത്തനാചാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ പറയാതെ ജീവിതം നൽകുന്ന സന്ദേശം എന്താണെന്നറിയോ? ഫഖദ് സഅമ, ഇമാം മാലിക് പറയാണ്, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. അല്ലാഹുൽ മുസ്തആൻ.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ഓൻ പറയുന്നത്. പറയണ്ട, ഓൻ അത് ജീവിതം കൊണ്ട് തെളിയിക്കണം ബിദ്അത്ത് ചെയ്യുന്നതിലൂടെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്ന് പറഞ്ഞു വെച്ചോലെ അത്രക്ക് വെറുപ്പായിരുന്നു അവർക്ക് ബിദ്അത്തിനോട്. നമുക്കറിയോ എന്തെല്ലാം കോണുകളിലാണ് അപകടങ്ങൾ വരുന്നത് ഒരു ബിദ്അത്ത് ചെയ്യുമ്പോൾ, അറിയോ? മാത്രമല്ല അദ്ദേഹം പറയണില്ലേ അന്നല്ലാഹ യഖൂൽ, കാരണം പടച്ചോൻ പറഞ്ഞുകൂടും, അല്ല പറഞ്ഞുകൂടും. എന്ത് പറഞ്ഞുകൂടും? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ദീൻ പൂർത്തിയാക്കപ്പെട്ടു എന്ന് അല്ല പറഞ്ഞതാണ്. ആരാ? ഇമാം താജുദ്ദീൻ അൽ ഫാക്കിഹാനി റഹിമഹുല്ലാ. മുസ്ലിം ലോകത്ത് അഹ്ലു സുന്നയുടെ പണ്ഡിതനാണെന്നുള്ളതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? തർക്കമുണ്ടെങ്കിൽ ഓൻ ഇസ്ലാമി ലോകത്തെ കുറിച്ച് അറിയില്ല എന്നർത്ഥം. ഇമാം താജുദ്ദീൻ ഫാക്കിഹാനി അദ്ദേഹം മാലിക്കി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയാൻ ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. ജനങ്ങൾ പിൽക്കാലത്ത് കൊണ്ടുവന്ന ഈ മൗലിദാഘോഷം എന്ന് പറയുന്ന പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന് കിതാബിലും സുന്നത്തിലും മസലില്ല. നമ്മൾ പറഞ്ഞല്ല, 4 മുജാഹിദീങ്ങൾ പറഞ്ഞല്ലാണ്. ചില ആളുകൾ വിളിക്കാണ് വഹാബികൾ എന്ന്. ഓല് പറഞ്ഞല്ലാണ്. ഇസ്ലാമിക ലോകത്ത് എന്നാണോ ഈ പുത്തനാചാരം ഇത്തിക്കണ്ണി കടന്നുകൂടിയത് അന്ന് മുതലുള്ള പണ്ഡിതന്മാർ. ചില ആൾക്കാർ ചോദിക്കണേ നബി പറഞ്ഞു കൊടുത്ത വിധത്താണ്. നബി പറയില്ല. കാരണം എന്താ? നബിന്റെ കാലത്ത് ഇതില്ല. എന്നാണോ ഇത് തുടങ്ങിയത് അന്നുള്ള പണ്ഡിതന്മാരൊക്കെ എതിർത്തിട്ടുണ്ട്. ആ കാലത്തുള്ള പണ്ഡിതനാണ് ഇമാം താജുദ്ദീൻ ഫാക്കിഹാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞെന്താണ്? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. കിതാബിലും സുന്നത്തിൽ അടിത്തറല്ല. പിന്നെ വലിച്ചെറിഞ്ഞൂടെ? പിന്നെ ആരോടാണ് നമുക്ക് ഈ കമ്മിറ്റ്മെന്റ് ഉള്ളത് ഈ വിഷയത്തിൽ? പള്ളിയിലെ ഖത്തീബിനേക്കാളും ഉസ്താദിനേക്കാളും സുന്ദരന്മാരായ വലിയ വലിയ തലപ്പാവുധാരികളായ പണ്ഡിതന്മാരെക്കാളും താടിവെച്ചവരെക്കാളും നമുക്ക് വലുത് നമ്മുടെ റബ്ബാണ്. കാരണം അള്ളാന്റെ ചോദ്യം എന്താ? നിങ്ങള് അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ല. അള്ളാന്റെ ദീനിലേക്ക് വല്ല പുത്തനാചാരം കൊണ്ടുവരാൻ അവർ വല്ല പങ്കുകാരെയും സ്വീകരിച്ചിരിക്കുകയാണത്. നരകത്തിലെ കിലാബുകളാണെന്നറിയാം. അറിയോ നിങ്ങള് ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ? എന്താ സമൂഹം എന്ത് പറഞ്ഞ ചെയ്യല്? നല്ലതല്ലേന്നാണ്. നബിനെ സ്നേഹിക്കുക. നബിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ അറിയങ്ങള്? രാവിലെ എണീക്കുമ്പോ തുടങ്ങേണ്ട സ്നേഹമാണ്. അതിങ്ങനെ കൊല്ലത്തില് ഏതെങ്കിലും മാസം റോട്ട് കൂടി ജാഥ വിളിച്ചു പോയി തക്ബീർ അന്തരീക്ഷത്തിലേക്ക് മുഴക്കി വിട്ടിട്ട് പാട്ടും പാടി കളിച്ചു രസിച്ച് അന്നദാനം ചെയ്തിട്ടല്ലടോ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. അള്ളാഹിന്റെ റസൂലിനെ കൊല്ലത്തിൽ 365 ദിവസം ഉണ്ടോ അന്നൊക്കെ സ്നേഹിക്കണം. എന്നുള്ള വാദക്കാരെ നമ്മളൊക്കെ രാവിലെ മുതൽ ഞങ്ങൾ നബിനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അറിയോ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന എന്നുള്ള വാക്ക് പറഞ്ഞ മുതലേ ഇതുവരെ ഇന്നത്തെ ദിവസത്തിന്റെ പകുതി എത്തിയത് വരെ പരമാവധി സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇതാ ഈ മുഖത്ത് മുളച്ച താടി നബിയുടെ ഉള്ള സ്നേഹാൻ. അല്ലാതെ ഇത് ഭംഗിയോ അഭംഗിയോ എന്തോ ആകട്ടെ, ഹബീബിന്റെ മുഖത്ത് മുളച്ച താടിയാണ്. ഇത് നബി സ്നേഹാണ്. എന്റെ ഡ്രസ്സ് നെരിയാണിയുടെ മുകളിൽ ഞാൻ എടുത്തത് എന്റെ നബിയോടുള്ള സ്നേഹമാണ്. ഈ ജുമയ്ക്ക് നമ്മൾ എത്തിയത് പ്രവാചകരോടുള്ള സ്നേഹമാണ്. പള്ളിയിലേക്ക് കയറിയപ്പോ ഞാൻ ദുആ ചെയ്ത് വലത് കാല് വെച്ച് കയറിയത് എന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ്. അറിയോ? എന്തിനേറെ രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി തണുത്ത രാവുകളിൽ എണീറ്റ് പായ വിരിച്ചത് എന്റെ നബിയോടുള്ള സ്നേഹമാണ്. ചൂടും വെയിലും പരിഗണിക്കാതെ സമൂഹത്തിൽ ഇറങ്ങി ഈ ഹക്കായ ദീനിനെ എത്താത്തവർക്ക് എത്തിച്ചു കൊടുത്തത് ഹബീബിനോടുള്ള സ്നേഹമാണ്. എന്നിട്ട് നബിയോടുള്ള സ്നേഹം കൊല്ലത്തിലൊരിക്കലല്ല. ഈ കൊല്ലത്തിലൊരിക്കലാണെങ്കിലും അത് നബി പഠിപ്പിക്കാത്ത കോലത്തിലാകരുത്. എന്താ നബി സ്നേഹം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ഞാൻ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക, ഞാൻ മാറ്റിവെച്ചതിനെ വലിച്ചെറിയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം താജുദ്ദീൻ ഫാക്കിഹാനി പറഞ്ഞെന്തറിയോ? വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആഥാരിൽ അവ്വലീൻ. പ്രവാചകൻ പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പൂർവികരുടെ മാർഗം പിന്തുടരുന്ന ഒരു സലഫും ഈ പണി ചെയ്തിട്ടില്ല. നീ ആൾക്ക് ഈമാൻ ഉണ്ടായി ഈ പണിക്ക് പോകുമെങ്കിൽ പിന്നെ വേറെ പണി നോക്കണം. ഈമാനിന്റെ വിഷയത്തിൽ ബൈപ്പാസ് സർജറിയാണ്. മനസ്സിലായോ? ബാക്കി എന്താ നിങ്ങൾ തീർന്നിട്ടില്ല അദ്ദേഹത്തിന്റെ സംസാരം. ബൽ ഹുവ ബിദ്അ. മക്കളിത് ബിദ്അത്താണ്. അച്ചക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, നമ്മൾ പറഞ്ഞല്ല. ബൽ ഹുവ ബിദ്അ. മാലിക്കി മദ്ഹബിലെ താജുദ്ദീൻ ഫാക്കിഹാനി പറയാണ് അത് ബിദ്അത്താണ്. ധാര കൊണ്ടെന്ന് പറയുന്നത് അഹ്ദസഹൽ ബത്താലൂൻ, തീറ്റക്കുതിയന്മാരെ കൊണ്ടെന്നാണ്. നമ്മൾ ആരും ചീത്ത പറയല്ല. അദ്ദേഹം പറഞ്ഞത് തീറ്റ ബോഷൻ. ഇതിന്റെ പേരിൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഈ രാജാക്കന്മാര് കൊട്ടാരത്തിൽ ഇത്ര കോയിനെ പൊരിച്ചു, ഇത്ര പോത്തിനെ പൊരിച്ചു, അത് ഇന്ന രൂപത്തിൽ ഹലുവകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണ്ടല്ലോ. അതുപോലെ ഈ തീറ്റ കൊതിയന്മാരെ കൊണ്ടുവന്നതാണെന്നാണ് ഇമാം ഫാക്കിഹാനി പറയുന്നത്.
തീർന്നില്ല. അദ്ദേഹം പറയാണ്, ദേഹച്ചയോട് അടിമപ്പെട്ട ആൾക്കാരാണ് ഈ ജാതി പണിയിട്ട് നടക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞ് എന്തൊക്കെ പുകിലുണ്ടാവും. അതുകൊണ്ട് താജുദ്ദീൻ ഫാക്കിയാന്റെ പേര് ആവർത്തിച്ച് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസികളെ, കുടുംബത്തിൽ ഇത് ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ തിരുത്തണം. ഞാനിത് ആഘോഷിക്കലൊന്നുമില്ല മൗലവി, ഞാൻ പിരിവ് കൊടുക്കലുള്ളൂ. മതിയല്ലോ, വിദേഹത്തിനെ സഹായിക്കലും മതിയേ. ഒരാൾ എന്നോട് പറഞ്ഞത്, ഉസ്താദ് ഞാൻ പിരിവ് കൊടുക്കില്ല, ഞാൻ ആഘോഷിക്കില്ല, ഭയങ്കര സംഭവം. ഇസ്ലാമിലൊരു കാര്യം തെറ്റാണെങ്കിൽ അതിനെ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റും, മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പോലും പറ്റും. ഒരു വിദേഹത്തുകാർ ആ വൈക്ക് വരുന്നുണ്ടെങ്കിൽ ഈ വൈക്ക് ഓടി രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത്ര വലിയ തിന്മയാണ് ഇസ്ലാമിലത്. ഞാൻ ഉദാഹരണം പറയട്ടെ. നമ്മുടെ നാട്ടിൽ കള്ള് ഷാപ്പുണ്ട് വിചാരിക്കും, ഞാൻ കള്ളു കുടിക്കല്ല, ഉണ്ടാക്കാനുള്ള പൈസ കൊടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. തെറ്റല്ലേ? അതിനേക്കാൾ വലിയ തെറ്റ ഇസ്ലാമിൽ വിദേഹത്ത്. അതാ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച, മുമ്പത്തെ വെള്ളിയാഴ്ച അങ്ങോട്ട് പറഞ്ഞത്. എന്തറിയോ, വിദേഹത്തുകാരൻ മടങ്ങൂല. കാരണം ഓന്റെ മനസ്സിലെന്താ, ഇത് വലിയ സ്വർഗത്തുക്കുള്ള ഏർപ്പാടാണെന്ന് അവൻ കരുതുന്നത്. കള്ളുടിയ മടങ്ങും, വ്യഭിചാരി മടങ്ങും, കൊലപാതകി മടങ്ങും. കാരണം ഓൽക്കാരത് ശരിയല്ല. അതുകൊണ്ട് വിദേഹത്താണ് അത്ര ഏറ്റവും ഇഷ്ടം. ആർക്ക്? നമ്മുടെ ശത്രുവായ ശൈത്താൻ എന്ന് താബിഈയായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക് എത്ര വട്ടം നമ്മൾക്ക് വിശ്വാസം. സഹോദരങ്ങൾ, ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇടപെട്ടതായി നമുക്ക് കാണാൻ പറ്റും. ബിദ്അത്തുകളെ അതിശക്തമായി എതിർത്ത മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നമ്മൾ സംഘടന പറയല്ല, നമ്മൾ ഗ്രൂപ്പ് പറയല്ല. ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ തണൽ മരത്തിൽ ഉള്ള കൊമ്പുകൾ അത് ഉണങ്ങാതെ വെള്ളമൊഴിച്ച് കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. അയിമക്ക് വല്ല ഇത്തിക്കണ്ടി വന്ന് പിടിച്ചുകണോ, അത് വലിച്ചു കീറി ദൂരെ കയറിയാനും പഠിക്കൊണ്ടല്ലേ. കാരണം ദീൻ എന്താണെന്നറിയോ, അള്ളാഹിന്റെ റസൂൽ പറയാണ്, കാലം മുന്നോട്ട് പോകും തോറും സുന്നത്തും വിദഅത്തും ഒക്കെ പാടുകൾ കൂടിക്കലർന്നിട്ടേ പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ലത്രേ എന്ത്, ഏതാ സുന്നത്ത് ഏതാ വിദഅത്ത്. അവസാനം സുന്നത്ത് നഷ്ടപ്പെട്ടു പോകാൻ അവസ്ഥ വരും. അന്ന് എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതാരാണോ, അന്ന് ആ സുന്നത്തിന് ഹയാത്താക്കുന്നവരാരാണോ അവർക്ക് മംഗളം എന്ന് പഠിപ്പിച്ച നേതാവാണ് ഹബീബുന വ ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ പ്രവാചകനെ പഠിപ്പിക്കപ്പെട്ടതുപോലെ സ്നേഹിക്കാൻ, ആ രൂപത്തിൽ തന്നെ പ്രവാചകന്റെ കൈകളിൽ നിന്ന് ഹൗദുൽ കൗസർ മേടിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സലഫുകൾ സ്നേഹിച്ചത് എങ്ങനെയാണെന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രങ്ങളിലുണ്ട്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുകയുണ്ടായി. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഒരു 6 അടി പൊക്കളുള്ള ഒരു മനുഷ്യന്റെ നീളത്തില് ഒരു ഖബർ പോലെയുള്ള നീളത്തിലുള്ള ഒരു കുഴി കുഴിച്ചിട്ട് അതില് നല്ല ചൂടുള്ള വിറകുകൾ കത്തിച്ചിട്ട് അത് കനലുകളാക്കി ഖബ്ബാബ് പറയാണ്, എന്നെ അതിൽ മലർത്തി കിടത്തിയിരുന്നു വിവസ്ത്രനാക്കിയിട്ടാണ്. എന്തിന്? നബിനെ സ്നേഹിച്ചതിന്റെയും നബിനെ പിൻപറ്റിയതിന്റെയും പേരിലായിരുന്നു. ഖബ്ബാബ് പറയുന്നുണ്ട്, ആ തീപ്പൊള്ളലിന്റെ വേദന സഹിച്ച് അതിൽ നിന്ന് പിടഞ്ഞ് എണീക്കാതിരിക്കാൻ എന്റെ നെഞ്ചിൽ 2 ആൾ കയറിന്നിരുന്നു എന്നാണ്. ഒരു വേള ആ തീക്കനലുകൾ അണഞ്ഞുപോയത് എന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി വന്ന ചോരയും നീരും ഒഴുകിയിട്ടാകാന്നൊക്കെ അദ്ദേഹം പറയുന്നു. മുതുകിൽ കുഴികൾ ഉണ്ടായിരുന്നു ഖബ്ബാബിന്റെ. ഇങ്ങനത്തെ 100 കണക്കിന് സഹാബികൾ പ്രവാചകനെ സ്നേഹിച്ചിട്ട് വിശാലമായ മരുഭൂമി ഉണ്ടായിട്ട് അതിൽക്കൂടെ ഒരു ജാഥ പോയില്ല, അതിലൊരു ഖുലു തക്ബീർ വിളിച്ചില്ല, അതിലൊരു പ്രവാചക മദ്ഹ് ഗാനങ്ങൾ പാടിയില്ല. ഇതൊക്കെ പറയുമ്പോൾ സാധുക്കളായ ചില ആൾക്കാരെ ചിന്തിക്കുന്നത് അറിയോ, ഹസ്സാൻ ബിൻ സാബിത്ത് മദ്ഹ് പാടിയില്ലേ? പാടിക്കണു കൂട്ടരെ, മദ്ഹ് പാടണേ. മദ്ഹ് പാടാത്ത മുഅ്മിന? അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ദീൻ എവിടൊക്കെ മൈക്ക കെട്ടിയിട്ടും അല്ലാതെയും പറയുന്നുണ്ട്. അതൊക്കെ മദ്ഹ. നബിന്റെ മദ്ഹ് പറഞ്ഞാൽ തീരും, പക്ഷെ ഇല്ലാത്ത പറയുന്നു. മദ്ഹ് പറഞ്ഞ് എവിടെ എത്തിക്കണിപ്പോ നബിയെ കാക്കണേന്ന് പറയുന്നത് അത് മദ്ഹല്ല, അത് തോന്നിയാസ. അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് കുറച്ച് കുട്ടികൾ മദ്ഹ് പറഞ്ഞു ഒരു സദസ്സിന്. നബി ജീവിച്ചിരിക്കുന്ന നാടിൽ എന്താ മദ്ഹ് അറിയോ? ഒരു കല്യാണ വീടാ, കല്യാണ വീട്ടിൽ പാട്ട് പാടാൻ ഇസ്ലാമിൽ തെളിവുണ്ട്. ബാക്കി കൂടി കേൾക്കട്ടെ, ഇനി ഉറങ്ങരുത്. എന്താ ബാക്കി? പക്ഷെ ഇസ്ലാം പഠിപ്പിക്കാത്ത സംഗീതങ്ങളും
അതുപോലെയുള്ള പ്രേമങ്ങളെ വികാരങ്ങളെ തട്ടിവിടുന്ന പാട്ടുകളൊന്നും ആകരുത്. നിങ്ങൾ നല്ലോണം ബോക്സൊക്കെ കല്യാണപ്പേരിൽ കാസർഗോട്ടിലെ കൊടുത്തേച്ചോളി, ഒരു പ്രശ്നമല്ല. അവിടെ ഇസ്ലാമിക ഗാനങ്ങൾ ഇട്ടോളി, നല്ല നശീദകൾ ഇട്ടോളി, നമ്മൾ എതിർപ്പ് പറയണില്ല. ഇക്കോലത്തിലുള്ള ഹറാമായ മ്യൂസിക്കുകൾ ഇട്ടിട്ട് കല്യാണം നടത്തുന്നുണ്ട്, അത് വേറെ വിഷയം. അള്ളാഹുവിന്റെ റസൂലിന്റെ റസൂല് കല്യാണ സദസ്സിൽ ചെന്നപ്പോഴേ കുറച്ച് പെൺകുട്ടികൾ പാട്ടുപാടാണ്. ആരെ പാട്ട്? ബദരീങ്ങളെ കുറിച്ചുള്ള പാട്ടുപാടാണ്. അപ്പൊ നബിയെ കണ്ട പോലെ പാട്ടിന്റെ വരി ഒന്ന് മാറ്റിപ്പിടിച്ചു. എന്താ വരി? വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദിൻ. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്. ആ നബിയുടെ പ്രത്യേകത നാളെയുടെ കാര്യം അറിയുന്ന നബിയാണ്. അള്ളാഹിന്റെ റസൂലെ ഈ വരി കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? മക്കളെ, അത് നിങ്ങൾ പാടരുതെന്ന്. കാരണം എനിക്ക് നാളെയുടെ കാര്യം അറിയില്ല, അത് ഗൈബാണ്. നിങ്ങൾ എന്നെ കുറിച്ച് പറയേണ്ടത് എന്താ? അഖൂലു റസൂലു അബ്ദുഹു വറസൂലു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, അടിമയാണെന്ന് നിങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞു. അപ്പൊ അമിതമായിട്ടുള്ള വർണ്ണന ഇസ്ലാമിലില്ല. ഇന്ന് ചില മാലിമൂലിതൊക്കെ എടുത്തോക്കാൻ നിങ്ങൾ ലോകത്തുള്ള എല്ലാ മണൽത്തരികൾ എത്ര ഉണ്ടെന്ന് നബിക്കറിയാം, മഹാന്മാർക്കറിയാം. കുപ്പിന്റെ ഉള്ളത്തെ സാധനം പുറത്തേക്ക് കാണുന്ന പോലെ ലോക മനുഷ്യരെ മനസ്സ് മഹാന്മാർ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓല് ലോകമൊക്കെ നിയന്ത്രിക്കുകയാണ്. ഇപ്പൊ പോയി പടച്ചോനൊക്കെ എത്തിക്കണം. ഇതൊക്കെ മദ്ഹ്. ഇത് മദ്ഹല്ല, ഇത് നസാറാക്കളെ പോലെ ക്രിസ്ത്യാനികൾ യേശുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവസ്ഥാനത്തെ ഉയർത്തിയതുപോലത്തെ വർത്താന. അല്ലാഹുവിന്റെ റസൂൽ അന്നേ പറഞ്ഞിട്ടുണ്ട്, ലാ തത്റൂനി കമാ അത്റത്തി നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തി മേലെ കൊണ്ടേച്ച പോലെ ഇങ്ങനെ കൊണ്ടേക്കരുത്. ഇത് ഈ 2026 നോക്കി പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നുണ്ടോ? അതാണ് വഹി എന്ന് പറഞ്ഞത്. ഇത് പുതുസാണ്, പഴയതാണെങ്കിലും എവിടെയും ഇത് ഫിറ്റാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ? പ്രവാചകന്റെ സഹാബത്ത് സ്നേഹിച്ചതുപോലെ നമുക്കുള്ള സ്നേഹം എങ്ങനെയാണ്? ഖുർആൻ പറഞ്ഞെന്താ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് എന്നാണ്. പറഞ്ഞു കൊടുക്കുക നബി, അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനായി എന്നെ നിങ്ങൾ പിൻപറ്റുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ഫത്തബിഊനി എന്ന് പറഞ്ഞെന്താ? എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന. ഹബീബായ പ്രവാചകന്റെ ഒരു സുന്നത്തിന് നടപ്പിലാക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവനാണ് പ്രവാചക സ്നേഹി. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് മാറി നിൽക്കുക. ഇമാം ഷാഫി പറഞ്ഞെന്താ? തഅസിൽ ഇലാഹ വഅൻത തുളിഹിറു ഹുബ്ബഹു ഹദാ മുഹാലുൻ ഫിൽ ഖിയാസ് ബദിയു. നീ അല്ലാഹുവിനോട് സ്നേഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്, റസൂലിനോട് സ്നേഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു പഠിപ്പിക്കാത്ത ചെയ്യുന്നു. നിന്റെ സ്നേഹം നിഷ്കപടമാണോ? നിന്റെ സ്നേഹം കളങ്കമില്ലാത്തതാണോ? എങ്കിൽ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. നീ സ്നേഹിക്കുന്നവരെ പിൻപറ്റൽ നിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് നബിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായാലും നമ്മളതിനെ മടിക്കരുത്. പക്ഷെ ബിദ്അത്ത് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ പേരിലും നമ്മളെന്താ ശക്തമായ നിലപാട് കൊണ്ടുവരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതാണ്. ഒറ്റ കാര്യം കൂടി അവസാന സമയത്ത് ഞാൻ ചേർക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കേണ്ട, ഉസ്താദേ ഇങ്ങനെയൊക്കെ ഷാർപ്പായ മതാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഖുത്ബ തുടങ്ങിയത് അല്ലെ? എന്നിട്ട് എങ്ങനെയാണ് ഈ ഉമ്മത്തിൽ ഈ പ്രശ്നങ്ങൾ വന്നതെന്ന്? ആ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം കാര്യങ്ങള് അങ്ങനെ ഒരു വഹിയുണ്ട്. ഇസ്ലാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി ഇസ്ലാമിൽ ഒരു പ്രശ്നമല്ല, മുസ്ലിം ഉമ്മത്തൊക്കെ ഒറ്റക്കെട്ടായി എല്ലാവർക്കും ഒരു പള്ളി, എല്ലാവർക്കും ഒരേ ആദർശമാണ് വിചാരിച്ചു നിങ്ങള്. അള്ളാന്റെ പ്രവാചകൻ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താ? മുത്തുനബി അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. അത് വഹയാണ്. എന്റെ കാലശേഷങ്ങൾ ജീവിക്കുകയാണെങ്കിൽ കുറെ ഭിന്നാഭിപ്രായങ്ങൾ ഈ മതത്തിൽ നിങ്ങൾ കാണും. അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് മതരംഗം വിട്ട് വീട്ടുകുത്തിരിക്കല്ല. ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞിട്ട് ന്യൂട്രലിലേക്ക് ഗീറ് തട്ടിയിട്ട് പോകല്ല. അത് ഫസ്റ്റുക്കും സെക്കൻഡും ഒക്കെ തട്ടം പഠിക്കണം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഫഅലൈക്കും ബിസുന്നതി. നീ വർത്താൻ ഒറ്റ കുട്ടി പറയാൻ പാടില്ല. ഏത് ഭയങ്കര പ്രശ്നമാണ് എല്ലായിടത്തും. പ്രശ്നം ഉണ്ടാവുന്നേ മനുഷ്യന്മാരെ ഇടപെടുന്നിടത്ത് പ്രശ്നം ഉണ്ടാവുന്നേ. അന്ന് സ്വീകരിക്കേണ്ട നിലപാട് മുത്തുനബി പറഞ്ഞു. ചില ആൾക്കാരെ വർത്താനം കേട്ടാൽ തോന്നാൻ എന്താ അറിയോ? മതരംഗത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. എന്റെ ബിസിനസ്സിലും കണ്ടല്ലോ, അതിലൊന്നും ഒരു പ്രശ്നമല്ല. രാഷ്ട്രീയത്തിലൊന്നും ഒരു പ്രശ്നം. എല്ലാവരും അലൈക്കും ജമാഅയിലാണ്. എന്നാ വർത്താനം കേട്ടാ തോന്നുന്നു എല്ലാ മനുഷ്യന്മാര് കൈയാടുന്നിടത്തൊക്കെ പ്രശ്നം. അന്ന് ശൈത്താനീയത്തിന്റെ നിലപാടെടുത്ത് പോണ ആൾക്കാരാണോ? ഓലോട് ഓല് എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും ഓലെടുത്ത് പുറത്തുകൊണ്ട് വെക്കുക, ഈ എന്റെ മാർഗത്തിലൂടെ പോണം. അതാ പറഞ്ഞ ഫഅലൈക്കും ബിസുന്നതി. സുന്നത്തിന്റെ മേലെ ഉറച്ചു നിന്നോടെ പ്രശ്നം ഉണ്ടാവുമ്പോ. എന്നിട്ട് വീണ്ടും പറയണേ, അസുന്നത്തിൽ ഖുലഫാഇർ റാഷിദൂനൽ മഹ്ദിയീൻ. എന്റെ ഖുലഫാഉർ റാഷിദീങ്ങൾ നിന്ന വഴി. എന്നിട്ട് അവിടുന്ന് പറയണ എങ്ങനെ നിങ്ങൾ നിൽക്കേണ്ടറിയോ?
എങ്ങനെയാ നിങ്ങൾ കയറി എന്നിട്ട് കയറി കുത്തിരിക്കല്ല, കോഴി ആരുമ്പോ കയറി പോലല്ല. പിന്നെയോ മുത്തുനബി പറഞ്ഞു തമസ്സകൂ ബിഹാ, അത് നിങ്ങൾ മുറുകെ പിടിച്ചോളിന്ന്. എങ്ങനെ മുറുകെ പിടിക്കേണ്ടത് ഇനി മനസ്സിലാത്തോട് വീണ്ടും പറഞ്ഞു വഅള്ളു അലൈഹ ബിന്നവാജി, അണപ്പല്ലുണ്ടല്ലോ, കുറച്ച് സ്ട്രോങ് കൂടിയ പല്ലുകളാണ് അല്ലേ, ആ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാനാ പറഞ്ഞു. മുമ്പത്തെ പല്ലുകൊണ്ട് കടിച്ചാൽ വലിച്ച പറഞ്ഞാണ് പോകും. ഇത് കുറച്ച് സ്ട്രോങ് ആണ്, അതുകൊണ്ട് ആ സ്ട്രോങ് ആയിട്ട് കടിച്ചു പിടിക്കാൻ പറഞ്ഞു. ഇയ്യാക്കും വൽ മുഹ്ദസാത്തിൽ ഉമൂർ, പുത്തനാചാരങ്ങളെ ദീനിന്റെ കാര്യത്തെ ശ്രദ്ധിച്ചോളിന്ന്. ഓലമേഞ്ഞ മദീന പള്ളിയിലിരുന്ന് അന്ന് നമ്മളെ നേതാവ് ഇന്നത്തെ ദിവസം സമൂഹത്തെ നോക്കി പറഞ്ഞ പോലെ ഉണ്ട്. എന്നിട്ട് അവിടുന്ന് പറയാണ് ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ വഴികേടുകളും എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, ചെന്ന് അവസാനിക്കുന്ന നരകത്തിലാണ്. നമുക്കറിയോ, ഈ ദാഹിച്ചു വലഞ്ഞ് നമ്മളെ പരിഗണിക്കും, എന്നെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന വിചാരിക്കുന്ന ഒരാളെടുത്തേക്ക് നമ്മള് മനസ്സ് നിറഞ്ഞാണ് ഓടി ചെല്ലുമ്പോഴേ പോടാ അവിടുന്ന് നമ്മൾ അയാളെ ആട്ടിവിട്ട് എങ്ങനെ ഉണ്ടാവും? നമ്മക്ക് ഇഷ്ടപ്പെട്ട ആൾ നമ്മളെ ആട്ടിവിട്ട് എങ്ങനെ ഉണ്ടാവും? മനസ്സിനെ കീറി മുറിച്ച വേദന ഉണ്ടാവൂലേ? എന്നാലേ ലോകത്ത് നിന്റെ ഉമ്മാനേക്കാളും നിന്റെ ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും മക്കനേക്കാളും നിന്റെ വേണ്ടപ്പെട്ട ആളുകളെക്കാളൊക്കെ നിന്നെ സ്നേഹിച്ച ഒരാളുണ്ട് ലോകത്ത്. ആ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബിന്റെ കയ്യിൽ നിന്ന് നാളെ കിട്ടുന്നൊരു വെള്ളമുണ്ട്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹൗദുൽ കൗസർ എന്നതിന്റെ പേര്. പാലിനേക്കാൾ വെണ്മയാർന്ന കസ്തൂരിയുടെ സുഗന്ധമുള്ള അല്ലേ, തൊണ്ട വറ്റി നിൽക്കുന്ന സമയത്ത് ദാഹമകറ്റാൻ കിട്ടുന്ന വെള്ളാണ്. സമചതുരമായ ഹൗളാണ്. അവിടുന്നാണ് ഞാൻ കാണാത്ത എന്റെ മുഹബ്ബീങ്ങളെ ഞാൻ കാണാന്ന് നബി പറഞ്ഞു. അന്ന് ചില ആൾക്കാരെ വെള്ളം മേടിക്കാൻ വരുമ്പോ അള്ളാഹുൽക്കിടയിൽ ഒരു മറട്ടിട്ട് പറയണം, നിങ്ങൾ അങ്ങോട്ട് പോകാൻ ക്വാളിറ്റി ഉള്ളവരല്ല. അപ്പൊ മുത്തുനബി എണീറ്റെന്ന് ചോദിക്കും, നബിയെ അല്ലാഹ് അവർ എന്റെ ആളുകളല്ലേ. എങ്ങനെ നബിക്ക് മനസ്സിലായതറിയാം? ഓൽക്ക് നിസ്കാര ടൈമുണ്ട്, ഓൽക്ക് താടിയുണ്ട്, ഇസ്ലാമിന്റെ പല ചിഹ്നങ്ങളുണ്ട്. അത് കണ്ടിട്ടാ പറഞ്ഞത്, അല്ല കബർ കിടന്ന് കണ്ടോണ്ടല്ല. അപ്പൊ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നറിയോ, നബി നിങ്ങളെ കാലത്തിന് ശേഷം കുറെ പുതിയ ആചാരങ്ങൾ നല്ലതല്ലേ എന്ന് പറഞ്ഞു കൊടുന്ന ടീമാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ എന്താ പറയാ, മനുഷ്യനെ ഓല് നല്ല നീയത്ത് ചെയ്തതല്ലോ, വെറുതെ വിട്ടോടെ എന്നല്ല, എന്നാലേ വിട്ടോളി ഇങ്ങോട്ട് വരണ്ട. സുഹ്കൻ സുഹ്കാന്നാ പറയണം. അതിൽ പെടണോ? നരകത്തിലേക്ക് ശാശ്വതരാകണോ? നമ്മൾ ആലോചിക്കുക, ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. തെറ്റിദ്ധരിച്ച ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മഹത്തായ തൗഫീഖിന് ഉപരിയുള്ള രക്ഷിതാവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അല്ലാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന വിജയികളിൽ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനുഷികമായി നമ്മിലൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകളെങ്കിലും ഗഫാറായ റബ്ബ് നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. മരണം ഏത് സമയത്ത് കടന്നു വന്നാലും സ്വർഗത്തിലും അക്കാദും കണ്ടു മരിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുമായി സഹകരിക്കുന്ന പ്രിയപ്പെട്ട ജലാൽ സാഹിബ് എന്ന് പറയുന്ന സുഹൃത്ത്, സ്ട്രോക്കിന്റെ ചില ലക്ഷണങ്ങളുമായി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ്. അദ്ദേഹം ഇന്ന് ഡിസ്ചാർജ് ആകുന്നതാണ് ഇന്നലെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞിരുന്നത്. ദുആയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പോലെയാണ്. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു ആമീൻ ആ സഹോദരന് ഉപകാരപ്പെട്ടാൽ ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാൻ അത് ഉപകാരപ്പെടും. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുപോലെയുള്ള പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേറെയും കുറെ ആളുകൾ, എന്റെ മനസ്സിൽ ഓർമ്മയില്ലാത്ത പല ആളുകളും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത കുറെ ആളുകളുണ്ട്. രോഗികളായ ആളുകൾക്കൊക്കെ പരിപൂർണമായ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകം പുൽകേണ്ടി വന്നാലും പ്രമാണബദ്ധമായ ജീവിതം നയിച്ച് പ്രവാചക സ്നേഹികളായി പരലോകം പ്രാപിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.